ഇന്ന് വന്നിരിക്കുന്നത് പാലയിലുള്ള ലാളം ശ്രീ മഹാദേവ ക്ഷേത്രത്തിലാണ്. പാല പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിൽ നിന്നും 150 മീറ്റർ മാത്രം മാറിയിട്ടാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ഇതിന് തെക്കിൻ്റെ കാശി എന്ന് അറിയപ്പെടുന്നു. മഹാദേവ ക്ഷേത്രമാണ്. കിഴക്കോട്ട് ഒഴുകുന്ന ഒരു നദിയുണ്ട് ക്ഷേത്രത്തിന് മുന്നിൽ തന്നെ. പിന്നെ ശ്മശാനവും ഈ ക്ഷേത്രത്തിന് ശ്രീകോവിലിന് മുന്നിൽ തന്നെയായിട്ട് കാണാം. അതുകൊണ്ട് ഈ ക്ഷേത്രം കാശി വിശ്വനാഥ ക്ഷേത്രത്തിന് തുല്യമാണെന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ ഇതിന് തെക്കൻ കാശി എന്നും ഇങ്ങനെ പറയപ്പെടുന്നു. രാത്രിയാണ് ഞങ്ങൾ വന്നത്. ഇവിടെ തിരുവാതിരയോടനുബന്ധിച്ച് 8 ദിവസത്തെ ഉത്സവമായിരുന്നു. പ്രോഗ്രാം ഉണ്ടായിരുന്നത് അമ്പലപ്പുഴ വിജയകുമാറിൻ്റെ ആയിരുന്നു. സോപാന സംഗീതം ഭയങ്കര ഒരു ഫീലായിരുന്നു കേട്ടോ. അവസാനമായപ്പോഴേക്കും നാമജപമൊക്കെ ഉണ്ടായിരുന്നു. അപ്പം എല്ലാവരും എഴുന്നേറ്റ് നിന്ന് ഭഗവാനെ പ്രാർത്ഥിക്കുന്നത് ഭയങ്കര ഒരു വൈബ് തന്നെയായിരുന്നു. 2 ആനകളായിട്ടാണ് ഇവിടെ എഴുന്നള്ളത്ത് നടക്കുന്നത്. ഒരെണ്ണത്തിൽ ഭഗവതി, അമ്പലപ്പുറത്ത് കാവ് ഭഗവതിയും ഒരെണ്ണത്തിൽ ഞങ്ങളുടെ ലാളത്തപ്പന മഹാദേവനുമായിട്ടാണ് എഴുന്നള്ളത്തുണ്ടായിരുന്നത്. പ്രധാന പ്രതിഷ്ഠ ലാളത്തപ്പൻ എന്നാണ് അറിയപ്പെടുന്നത്. ഭാവം കിരാതമൂർത്തി സങ്കല്പത്തിലാണ് ഇവിടെ ഭഗവാനെ ആരാധിക്കുന്നത്. അർജുനന് പശുപതാസ്ത്രം നൽകിയ ഭാവമാണ് ഇവിടെ എന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. ഈ ക്ഷേത്രത്തിലെ ഗണപതി, ദക്ഷിണാമൂർത്തി, സുബ്രഹ്മണ്യൻ, ശാസ്താവ് തുടങ്ങിയ ഉപദേവതകളും ഇവിടെയുണ്ട്. മെയിനായിട്ട് കുംഭമാസത്തിലാണ് 8 ദിവസത്തെ ആഘോഷങ്ങൾ നടക്കുന്നത്. ശിവരാത്രിക്കും ഇവിടെ നല്ല ഉത്സവം തന്നെയാണ് നടത്തുന്നത്. ആയിരക്കണക്കിന് ഭക്തരൊക്കെ ഇവിടെ വരാറുണ്ട്. പിന്നെ മണ്ഡലകാലം എല്ലാ ക്ഷേത്രങ്ങളിലും ഇമ്പോർട്ടൻ്റ് ആണല്ലോ. അപ്പോൾ മണ്ഡലകാലത്ത് ഇവിടെ ആൾക്കാർ വരാറുണ്ട്, ദർശനത്തിനായിട്ട് വരാറുണ്ട്. ഇവിടുത്തെ കാഴ്ച എന്ന് പറയുന്നത് വട്ട ശ്രീകോവിലും ചുറ്റമ്പലവുമാണ്. വലിയ ബലിക്കല്ല് ഉണ്ട്. അപ്പം ഞങ്ങൾക്ക് ഏറ്റുമാനൂർ പോലെയാണ്. ഭഗവാനെ നേരിട്ട് അങ്ങനെ കാണാൻ പറ്റത്തില്ല. മുമ്പിൽ തന്നെ വലിയ ബലിക്കല്ലാണ്. അപ്പം അത് കഴിഞ്ഞിട്ട് അകത്ത് കയറുമ്പോൾ മാത്രമേ ഞങ്ങൾക്ക് അവിടെ ഭഗവാനെ കാണാൻ പറ്റത്തുള്ളൂ. അങ്ങനെ മനോഹരമായൊരു കാഴ്ചയാണ് ഇവിടെ കാണപ്പെടുന്നത്. ശിവരാത്രിക്ക് ഋഷഭവാഹനത്തിലാണ് ഭഗവാന്റെ എഴുന്നള്ളത്ത്. കോട്ടയം ജില്ലയിലെ 108 ശിവക്ഷേത്രങ്ങളിൽ ഒന്നായൊരു ശിവക്ഷേത്രമാണിത്, ലാളത്തപ്പൻ. ധനുമാസത്തിലെ 10 ദിവസത്തെ വാർഷിക ഉത്സവമായിരുന്നു ഇപ്പോൾ നടന്നുകൊണ്ടിരുന്നത്. ഇന്നലെ തിരുവാതിരയോടുകൂടെ ആറാട്ടോടെ അത് അവസാനിച്ചു. ഇനി കുംഭമാസത്തിലാണ് അടുത്ത ഉത്സവം വരുന്നത്.